നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ BJP നേതാവ് PC ജോർജ് 14 ദിവസം റിമാൻഡിൽ. ECGയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് PC ജോർജിനെ മാറ്റും. ഈരാറ്റുപേട്ട മാജിസ്ട്രേറ്റ് കോടതിയാണ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. നാടകീയമായാണ് PC ജോർജ് ഇന്ന് കോടതിയിൽ കീഴടങ്ങിയത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഇന്ന് രാവിലെ അതിനാടകീയമായി കോടതിയിലെത്തി കീഴടങ്ങുന്നു. അതിനുശേഷം 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. പിന്നീട് ജാമ്യാപേക്ഷ തള്ളുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് റിമാൻഡിൽ എന്ന തരത്തിലേക്ക് മാറ്റുകയാണ്. ഇന്ന് സംഭവിച്ചതിന്റെ മുഴുവൻ വിശദാംശങ്ങളും സമഗ്രമായി. അനുജ, കഴിഞ്ഞ ദിവസമാണ് ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് പോലീസ് ഒരു നോട്ടീസ് നൽകി കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് PC ജോർജിന് നൽകാൻ ശ്രമിച്ചു. എന്നാൽ PC ജോർജ് അത് കൈപ്പറ്റിയില്ല. തുടർന്നാണ് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോടതി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്നുള്ള ഒരു കത്ത് PC ജോർജ് നൽകുന്നത്. അതുപ്രകാരം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നാടകീയമായി ഇന്ന് കോടതിയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുന്ന ഒരു നാടകീയ രംഗം നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയില്ല. തുടർന്ന് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാൻ അരമണിക്കൂറിനുള്ളിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മണിക്ക് ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും പോലീസ് പരിഗണിക്കുന്നു. തുടർന്ന് കസ്റ്റഡിയിൽ 6 മണി വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ PC ജോർജിനെ വിടുകയായിരുന്നു. അപ്പോഴും PC ജോർജിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് PC ജോർജിന് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു. പക്ഷേ വൈകുന്നേരം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് PC ജോർജിനെ വീണ്ടും ഹാജരാക്കുമ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ്. അതായത് റിമാൻഡിലേക്ക് PC ജോർജിനെ വിടാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ദേഹാസ്വാസ്ഥ്യം, ECG വേരിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ സെല്ലുണ്ട്, പ്രത്യേക സെല്ലുണ്ട് പ്രതികൾക്കായിട്ടുള്ള, അവിടേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധന കൂടി നടത്തണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ PC ജോർജിന്റെ വാഹനത്തിന്റെ പുറകിലാണ്, അതായത് പോലീസ് വാഹനത്തിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടുപുറകെ തന്നെയുണ്ട്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമേ വിശദമായിട്ടുള്ള വൈദ്യപരിശോധന ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഈ സെല്ലിലേക്ക് മാറ്റുകയുള്ളൂ. എന്തായാലും PC ജോർജിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതി ചേർന്നപ്പോൾ മുതൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, PC ജോർജിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ കേസിന്റെ ഒരു നാൾ വഴി നോക്കുമ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഉപാധികൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരേ കുറ്റം ചെയ്ത ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ഹൈക്കോടതിയുടെ ഉപാധി ലംഘിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് കീഴ്ക്കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം PC ജോർജിന് ഏൽക്കേണ്ടി വന്നു. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഒരു കീഴടങ്ങൽ നാടകവും കൂടി PC ജോർജിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. എന്തായാലും PC ജോർജ് ജയിലിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് 14 ദിവസത്തെ റിമാൻഡാണ്. അങ്ങനെയാണെങ്കിൽ നാളെ അദ്ദേഹം വീണ്ടും ഒരു ജാമ്യാപേക്ഷ കൂടി ഫയൽ ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. PC ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ECGയിൽ വ്യതിയാനമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് പരിശോധനയുണ്ടാകും, വിദഗ്ധ പരിശോധനയാകും നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസുകൾ മണിക്കൂറുകളായി നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ KPCC അധ്യക്ഷൻ K സുധാകരനെയും CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജനെയും പ്രതിഷേധക്കാർ തടഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിനിധി സംഘം പ്രതിഷേധക്കാരുമായി സംസാരിക്കും. ഇതിനുശേഷമാകും മന്ത്രി AK ശശീന്ദ്രൻ പോകുന്നതിൽ തീരുമാനമുണ്ടാവുക. ആറളത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജോ ദേവസിയുണ്ട് തത്സമയം. സജോ,
ഇതിപ്പോൾ ഈ പ്രതിഷേധം അത് തുടരുകയാണോ? മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പ്രതിഷേധക്കാരുടെ നിലപാട്? അനുജ, ആറളത്ത് കനത്ത പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 3.5 മണിക്കൂർ സമയമായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുമായിരുന്നു. തുടർന്നാണ് ഫാമിലേക്ക് എത്തിച്ചത്. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ അടക്കം ബന്ധുക്കൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഫാമിൽ ഇനിയൊരു ജീവൻ കൂടി പൊലിയരുത്, അവരുടെ സുരക്ഷ, ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രി നേരിട്ടെത്തി ഉറപ്പ് നൽകണം എന്നതാണ് നാട്ടുകാരായ പ്രതിഷേധക്കാരുടെ ആവശ്യം. ആദ്യ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഒക്കെ സമവായ അണുനയ നീക്കത്തിന് ശ്രമിച്ചു. പിന്നീട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും റൂറൽ SP അനൂജ് പല്ലിവാളും സമരക്കാരുമായി സംസാരിച്ചു, അനുനയത്തിന് ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല, അവർ വഴങ്ങിയില്ല. പിന്നാലെ അവരുടെ പ്രതിഷേധം നിലപാടുകളൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. അടിയന്തരമായി നാളെ മുതൽ ഫാമിലെ കാട്ടാനകളെ തുരത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മാനവതിലിന്റെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കും തുടങ്ങിയ തീരുമാനങ്ങൾ സർവകക്ഷി ലഭിച്ചു. പക്ഷേ മന്ത്രി ആറളം ഫാമിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പ്രതിനിധി സംഘം ശരി, വലിയ പ്രതിഷേധമാണ് ആറളത്തുണ്ടായത്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം, മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞു, ഒപ്പം ജനപ്രതിനിധികളെയും തടയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഡോക്ടർ ശശി തരൂരിന്റെ നീക്കങ്ങളെ അവഗണിക്കാൻ ഹൈക്കമാൻഡ്. വിവാദങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കരുതലോടെയായിരുന്നു ഡോക്ടർ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കാനുള്ള ശശി തരൂരിന്റെ നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് പിന്തുണയില്ല. മുഖ്യമന്ത്രി സ്ഥാനമാണ് തരൂരിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സംസ്ഥാന നേതൃത്വത്തെ പിന്തുണയ്ക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ നിർണായകമാകും. തിരിച്ചടി നേരിട്ടാൽ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടിവരും. നിലവിൽ തരൂർ വിഷയത്തിൽ കരുതലോടെയാണ് നേതാക്കളുടെ പ്രതികരണം. നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ: പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ഒരു കാരണവശാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ ബാധിക്കില്ല. മാത്രമല്ല, അതൊരു ചർച്ച നീട്ടിക്കൊണ്ടുപോകേണ്ടതെന്ന് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. ആ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നശിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് നോ കമന്റ്സ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നോ കമന്റ്സ്. ഞാൻ നോ കമന്റ്സ്. പാർട്ടി വിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശശി തരൂരിന് മുന്നിലില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇറങ്ങാൻ കോൺഗ്രസ്. വീടുകൾ കയറുക, വാർഡ് കമ്മിറ്റി യോഗം ചേരുക, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വാർഡ് പ്രസിഡന്റുമാർക്ക് KPCC നേതൃത്വം മാർഗരേഖ നൽകി. പ്രദേശത്തെ മരണം, വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും 44 നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസിന്റെ മാർഗരേഖ. വാർഡിലെ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നതാണ് മാർഗരേഖയിലെ നിർദ്ദേശം. എല്ലാ മാസവും ഗൃഹസന്ദർശനം നടത്തണം. ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ തയ്യാറാക്കണം. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും റെസിഡൻസ് അസോസിയേഷനുകളുമായും നല്ല ബന്ധം സൂക്ഷിക്കണമെന്നും വാർഡ് പ്രസിഡന്റുമാർക്ക് KPCC നൽകിയ മാർഗരേഖയിൽ പറയുന്നു. ഒരു മാസം കുറഞ്ഞത് 2 തവണയെങ്കിലും വാർഡ് കമ്മിറ്റി ചേരണമെന്നും നിർദ്ദേശമുണ്ട്. മരണവും വിവാഹവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സാന്നിധ്യവും സഹായവും ഉറപ്പുവരുത്തണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിലൂടെ വോട്ടർമാരെ സഹായിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മതസാമുദായിക സാംസ്കാരിക സംഘടനകളുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തണം. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാകണം. പാർട്ടി പ്രഖ്യാപിക്കുന്ന പ്രക്ഷോഭങ്ങളും പരിപാടികളും കൃത്യമായി സംഘടിപ്പിക്കണം. അതത് വാർഡുകളിലെ പ്രാദേശിക പ്രശ്നങ്ങളും ഏറ്റെടുക്കണമെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുന്നു. പുതിയ വോട്ടർമാരെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും KPCC പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ചലച്ചിത്ര താരങ്ങളെ വെല്ലുവിളിച്ചും സിനിമാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ഫിലിം ചേംബർ. G. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ വിശദീകരണം നൽകണമെന്നും ഫിലിം ചേംബർ ആവശ്യപ്പെട്ടു. അതേസമയം സമരത്തെ തള്ളിയ താരസംഘടന അമ്മ പ്രതിഫല വിഷയത്തിൽ ചർച്ചയാകാമെന്ന നിലപാടിലാണ്. മലയാള സിനിമയിലെ ചേരിപ്പോര് രൂക്ഷമാക്കി ഫിലിം ചേംബറിന്റെ വാർത്താ സമ്മേളനം. നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ച സിനിമാ സമരത്തിന് ഫിലിം ചേംബർ പൂർണ്ണ പിന്തുണ നൽകി. താരങ്ങളാരും അവിഭാജ്യ ഘടകമല്ലെന്നും ഫിലിം ചേംബർ. ഞങ്ങൾക്ക് കുറക്കണ്ട, അവരാരും തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സിന് ഉദ്ദേശിച്ചിട്ട് ചേംബറിനെ ഉദ്ദേശിച്ചിട്ട്
ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊടുക്കാം. ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മോണോപ്പൊളി അല്ല. 6 മാസം ഇവരുടെ മുഖം കാണാറുന്ന ജനങ്ങൾ മറക്കും. പുതിയ ആൾക്കാർ വന്നാലോ? അതുകൊണ്ട് ഞങ്ങളെ സിനിമ പഠിപ്പിക്കുന്ന ചേംബർ ഇവിടെ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും. ജി സുരേഷ് കുമാറിനെതിരായ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കടുത്ത താക്കീതാണ് ഫിലിം ചേംബറിന്റേത്. അദ്ദേഹത്തിന് മാനഹാനി വട്ടർക്ക് എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിധേയമല്ല. ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. സിനിമാ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിർമ്മാതാക്കളും നിലപാട് കടുപ്പിച്ചു. നിങ്ങൾ വിരലിലുള്ളതെന്ന പേരല്ലേ ഉള്ളവര് താരങ്ങൾ, അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല, നിർത്തിയിരിക്കും. ആന്റണി പെരുമ്പാവൂരുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും ജി സുരേഷ് കുമാർ വ്യക്തമാക്കി. ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായി സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനം. എന്നാൽ സമരം പിൻവലിക്കണമെന്നാണ് താരസംഘടന അമ്മയുടെ നിലപാട്. പ്രതിഫല വിഷയത്തിൽ ജനറൽ ബോഡിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്നും സംഘടന അറിയിച്ചു. 24 കൊച്ചി. സമയം മുൻപ് ആറളത്ത് മന്ത്രി എത്തുന്നതിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. മന്ത്രി അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള തീരുമാനമാണ്. ശാന്തമായ ശേഷം മന്ത്രി പോകുന്നതിൽ തീരുമാനം എന്നതായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത്. പക്ഷേ മന്ത്രി അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വനം മന്ത്രി AK ശശീന്ദ്രൻ ആറളം ഫാമിലെത്തും എന്നുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരുക്ക്. കുമളി മന്നാക്കുടി സ്വദേശി G രാജനാണ് പരുക്കേറ്റത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, കാലിനാണ് പരുക്കേറ്റതെന്ന് മനസ്സിലാക്കുന്നു. ഗുരുതരമാണോ പരുക്ക്? അനുജ, കാല് ഒടിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ വാച്ചറാണ്, വനംവകുപ്പ് വാച്ചറാണ് ഈ പരിക്കേറ്റ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ G രാജൻ. ഈ ട്രക്കിംഗ് പാത്ത് തെളിക്കുന്നതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് വനത്തിനുള്ളിലേക്ക് പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആനയെ കണ്ട് ഭയന്നോടിയെങ്കിലും ആന പിന്നാലെ വന്ന് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് G രാജൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ പിന്നാലെ ഉണ്ടായിരുന്ന ഈ G രാജനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയും അതിനുശേഷം ഈ G രാജനെ ഈ തേക്കടി തടാകത്തിലൂടെ ബോട്ടിൽ ബോട്ടാറ്റിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് കുമളിയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അപകടമുണ്ടായത് വനത്തിനുള്ളിൽ വെച്ചാണ്. നാവിക്കയം എന്ന ഭാഗത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് വനംവകുപ്പ് വാച്ചർക്ക് പരുക്കേറ്റത്. കാട്ടാന ആക്രമണത്തിൽ G രാജൻ എന്നയാൾക്കാണ് പരുക്കേറ്റത്. അദ്ദേഹത്തിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട് എന്നതാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. ഫെബ്രുവരി 4 അവധിയെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന തീരുമാനം പിൻവലിച്ച് KSRTC. ഉത്തരവിനെതിരെ TDF പ്രതിഷേധം വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ഫെബ്രുവരി മാസത്തെ ശമ്പള ബിൽ വൈകി എഴുതാനായിരുന്നു നിർദ്ദേശം. ഇക്കാര്യം 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തട്ടിപ്പിനിരയായവർക്ക് കണ്ടുകെട്ടിയ പണം തിരികെ നൽകുമെന്ന് വാർത്താസമ്മേളനം നടത്തി ED ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാരക്കോണം മെഡിക്കൽ കോളേജ് തട്ടിപ്പിൽ ഇരകളായവർക്ക് പണം കൈമാറി. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് അസാധാരണമായി വിളിച്ച വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. തട്ടിപ്പിനിരകളായി പണം നഷ്ടപ്പെട്ടവർ നിയമത്തിന്റെ കുരുക്കുകളിൽപ്പെട്ട് വർഷങ്ങളാണ് കാത്തിരിക്കാറുള്ളത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നേരിട്ട് പണം കൈമാറുകയാണ്. ഇതിന്റെ ഭാഗമായി കാരക്കോണം മെഡിക്കൽ കോളേജ് തട്ടിപ്പിൽ ഉൾപ്പെട്ട 8 പേർക്ക് പണം തിരികെ നൽകി. 6 പേരുടെ 80 ലക്ഷം രൂപയാണ് തിരികെ നൽകിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ED. അതോടൊപ്പം തന്നെ അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനുവേണ്ടി നമ്മൾ ED ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് കണ്ടുകെട്ടുന്ന സ്വത്തുക്കൾ അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും EDയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടിയ പണം ED തിരികെ നൽകും. ബാങ്കിലേക്കായിരിക്കും കണ്ടുകെട്ടിയ പണം കൈമാറുക. പണം നഷ്ടപ്പെട്ടവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാം. 3 മാസം മുൻപ് ED കരുവന്നൂർ ബാങ്കിനെ ഈ വിവരം അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ ബാങ്ക് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുകയാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ED അറിയിച്ചു. 24 കൊച്ചി.
ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി സമരം വ്യാപിപ്പിച്ച് സർക്കാർ അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവുകാരെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ആക്ഷേപിച്ചു. അതേസമയം ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി CPI നേതാവ് ആനി രാജ ഉൾപ്പെടെ രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാകുന്നതിനിടെയാണ് ആശാ വർക്കേഴ്സിനെ ആക്ഷേപിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം രംഗത്ത് വന്നത്. ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം, അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഈ സമരനാടകം എന്ന പേരിൽ ഇന്ന് ദേശാഭിമാനിയിൽ എളമരം കരീം ലേഖനം എഴുതിയിരുന്നു. എളമരം കരീമിന്റെ ആക്ഷേപത്തിന് ആശാ വർക്കേഴ്സിന്റെ മറുപടി ഇങ്ങനെ: ഇല്ല സാർ, നമ്മുടെ മനസ്സിന്റെ പറയാൻ വാക്കുകളില്ല സാർ. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നാണ് ഈ സമരത്തിന് വന്നത് സാർ. കാരണം നമുക്ക് അത്ര നിവർത്തിയില്ല സാർ. ഞാനൊരു വിധവയാണ്, വീടില്ല, 3 മക്കളുണ്ട്, പഠിക്കുന്ന മക്കളാണ് സാർ. വേറെ ഒരു നിവർത്തിയില്ല, വീട് വരെ ജപ്തിയായി. അതേസമയം ആശാ വർക്കേഴ്സുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് CPI നേതാവ് ആനി രാജ ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരെ ആരും അധിക്ഷേപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പമല്ല ഞാൻ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടിയാലോചിച്ച് സമരത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. UDF നേതാക്കളും സിനിമാ താരം രഞ്ജിനി അടക്കമുള്ളവരും ഇന്ന് സമരത്തിന് പിന്തുണയുമായി എത്തി. ഈ മാസം 27-ന് ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിലും 28-ന് കോഴിക്കോടും സമരത്തിന് ആശാ വർക്കേഴ്സ് തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് വത്തിക്കാൻ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ വൃക്കകൾക്കും നേരിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. 88-കാരനായ പോപ്പിനെ ഫെബ്രുവരി 14-നാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇരുശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാറ്ററൽ ന്യൂമോണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആന്റിബയോട്ടിക് ചികിത്സയാണ് നടത്തിവരുന്നത്. ശ്വാസപ്രതിസന്ധികൾ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലെങ്കിലും മാർപ്പാപ്പയുടെ വൃക്കകളുടെ പ്രവർത്തനത്തിൽ നേരിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായി വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് 2 യൂണിറ്റ് രക്തം നൽകിയതിനെ തുടർന്ന് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിച്ചുവെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് രക്തം നൽകിയത്. മാർപ്പാപ്പയ്ക്ക് ഉയർന്ന അളവിലുള്ള ഓക്സിജൻ തെറാപ്പിയും തുടരുകയാണ്. അതിനിടെ ഇന്നലെ ആശുപത്രി മുറിയിലിരുന്ന് മാർപ്പാപ്പ കുർബാനയിൽ പങ്കെടുത്തെന്ന് വത്തിക്കാൻ അറിയിച്ചു. തനിക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പറഞ്ഞതായും വത്തിക്കാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താ സന്ധ്യ അവസാനിക്കുന്നു.